നമസ്കാരം. നാട്ടുവർത്തമാനം ആരംഭിക്കുന്നു. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. ഇടുക്കിയിലെ വനിതാ കുടുംബശ്രീ സംരംഭം അടച്ചുപൂട്ടൽ ഭീഷണിയിൽ. അംഗനവാടിയിലേക്ക് നൽകിയ അമൃതം പൊടിക്ക് പണം നൽകിയില്ല. ലക്ഷങ്ങളുടെ ബാധ്യത വരുത്തിയത് അയ്യപ്പൻകോവിൽ പഞ്ചായത്ത്. കല്ലട ജലസേചന പദ്ധതിയിൽ നിന്നും വെള്ളം കിട്ടിയില്ല. കോന്നി, പ്രമാടം, വള്ളിക്കോട് പഞ്ചായത്തുകളിൽ ജലക്ഷാമം. കൃഷി നശിക്കുമെന്ന ആശങ്കയിൽ കർഷകർ. ഊരിൽ അടിസ്ഥാന സൗകര്യമൊരുക്കാൻ നിരാഹാരവുമായി ഇടുക്കിയിലെ ഊരുമൂപ്പൻ. സമരം വണ്ടിപ്പെരിയാർ വഞ്ചിവയൽ ആദിവാസി കോളനി വികസനത്തിനായി. പുനലൂർ നഗരസഭയുടെ നിറവ് പദ്ധതി താളം തെറ്റി. അനിശ്ചിതത്വത്തിലായത് നിർധനർക്ക് സൗജന്യ ഭക്ഷണം ഉറപ്പാക്കുന്ന പദ്ധതി. നവീകരണത്തിന് ശേഷം പാലക്കാട് പുലാമന്തോൾ പാലം ഉടൻ തുറക്കും. വിശദമായ പരിശോധനയ്ക്ക് ശേഷമാകും പാലം തുറക്കുക. അറ്റകുറ്റപ്പണികൾക്കായി ജനുവരി 10-നാണ് പുലാമന്തോൾ പാലത്തിലൂടെയുള്ള ഗതാഗതം നിരോധിച്ചത്. 53 ലക്ഷം രൂപ ചെലവഴിച്ചാണ് പ്രവൃത്തികൾ നടപ്പാക്കിയത്. എക്സ്പാൻഷൻ ജോയിന്റ് മാറ്റവും ടാറിംഗ് പ്രവൃത്തികളുമാണ് ആദ്യഘട്ടത്തിൽ പൂർത്തിയാക്കിയത്. എക്സ്പാൻഷൻ ജോയിന്റ് പൊട്ടിച്ചെടുത്ത് അവിടെ മണൽച്ചാക്കുകൾ നിറച്ചുവെച്ച് പ്രവൃത്തികൾ പൂർത്തീകരിച്ചു. രണ്ടാം ഘട്ട പ്രവൃത്തികളുടെ ഭാഗമായി എക്സ്പാൻഷൻ ജോയിന്റുകൾ വരുന്ന 9 സ്ഥലങ്ങളും കട്ട് ചെയ്ത് അവിടെ പുതിയ എക്സ്പാൻഷൻ ജോയിന്റ് ഫിക്സ് ചെയ്ത് ഇരുവശങ്ങളും കോൺക്രീറ്റ് ചെയ്ത് ക്യൂറിംഗ് നടത്തി. പാലത്തിലൂടെയുള്ള ഗതാഗതം പൂർണ്ണമായി നിരോധിച്ചുകൊണ്ടാണ് പ്രവൃത്തികൾ നടപ്പാക്കിയത്. പാലം ഗതാഗതത്തിന് തുറന്നുകൊടുക്കുന്നതിന് മുന്നോടിയായി വിശദമായ പരിശോധന നടത്തും. പ്രവൃത്തികൾ പൂർത്തിയായ പാലം ഉടൻ തുറന്നു കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് ജനങ്ങളും. ന്യൂസ് 18 പട്ടാമ്പി. ഇടുക്കിയിൽ വനിതാ കുടുംബശ്രീ സംരംഭം അടച്ചുപൂട്ടൽ ഭീഷണിയിൽ. അംഗനവാടി കുട്ടികൾക്കായി വിതരണം ചെയ്ത അമൃതം പൊടിയുടെ പണം ഗ്രാമപഞ്ചായത്ത് നൽകാത്തതാണ് പ്രതിസന്ധി. അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്തിൽ നിന്നും 10.5 ലക്ഷത്തോളം രൂപയാണ് ഇവർക്ക് ലഭിക്കാനുള്ളത്. 6 സ്ത്രീകൾ ചേർന്ന് ബാങ്ക് വായ്പയെടുത്ത് ആരംഭിച്ച സംരംഭമാണ് സമൃദ്ധി കുടുംബശ്രീ. അങ്കണവാടി കുട്ടികൾക്കായുള്ള അമൃതം പൊടി ഉൾപ്പെടെയുള്ള ഭക്ഷ്യവസ്തുക്കളാണ് ഇവർ ഉൽപ്പാദിപ്പിച്ചിരുന്നത്. ഹൈറേഞ്ചിലെ 6 പഞ്ചായത്തുകളിലെ അങ്കണവാടികളിൽ ഇവർ അമൃതം പൊടി നൽകുന്നുണ്ട്. എന്നാൽ കോവിഡ് കാലത്തടക്കം അയ്യപ്പൻകോവിൽ പഞ്ചായത്തിൽ വിതരണം ചെയ്ത ഉൽപ്പന്നങ്ങളുടെ പണം ഇവർക്ക് ലഭിച്ചിട്ടില്ല. ഇതോടെ അസംസ്കൃത വസ്തുക്കൾ വാങ്ങാനുള്ള പണം ഇല്ലാതാവുകയും സ്വർണം പണയം വെച്ചും കടം വാങ്ങിയും അസംസ്കൃത വസ്തുക്കൾ വാങ്ങി കുറച്ചുകാലം കൂടി സ്ഥാപനം തുറന്നു. നിലവിൽ വിവിധയിടങ്ങളിൽ പലിശയടക്കം 17 ലക്ഷത്തോളം രൂപ കടക്കണിയിലായി ഇവർ. നവകേരള സദസ്സിലടക്കം പരാതി നൽകിയെങ്കിലും പരിഹാരമുണ്ടായിട്ടില്ല. എവിടെ നിന്ന് ഞങ്ങൾക്ക് അനുമതി കിട്ടുമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പോകാത്ത സ്ഥലങ്ങളില്ല. എല്ലായിടത്തും പോയി ശാരദാമ്മത്തെ കണ്ടു, സാറിനെ കണ്ടു, JD കണ്ടു. ഞങ്ങൾ പോകാൻ ഇനി ഒരു സ്ഥലമില്ല. അങ്ങനെ എല്ലായിടത്തും ഞങ്ങൾ പോയി. പക്ഷെ എവിടുന്ന് ഞങ്ങൾക്കൊരു നീതി കിട്ടുന്നില്ല. ഞങ്ങൾക്കൊരു നീതി കിട്ടണം. ഇതിന്റെ ഉറവിടം എവിടുന്നാണ് ഈ ഫണ്ട് തരുന്നതെന്ന് ഞങ്ങൾക്കറിയണം. ഞങ്ങൾ ആരുടെ അടുത്ത് പോയാലും അവർ താഴേക്ക് വരും, പഞ്ചായത്ത് വരും. അവർ പറയുന്ന കമ്മിറ്റി തീരുമാനമില്ല, അത് നിർവഹണ ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ മൂലം സംഭവിച്ചാന്ന് പറഞ്ഞു. പക്ഷെ ഇതെങ്ങനെ സംഭവിച്ചു? ഇത്രയും പ്രാവശ്യം ഞങ്ങൾ കൊടുത്തല്ലേ, 1-2 പ്രാവശ്യം ഞങ്ങൾ കൊടുക്കുമ്പോൾ അവർക്ക് നിർത്താമായിരുന്നു. പക്ഷെ അവർ പിന്നെ ഞങ്ങളുടെ നിന്ന് വാങ്ങിച്ചുകൊണ്ടിരുന്ന ലാസ്റ്റ് ഞങ്ങളോട് പറയുക ഫണ്ടില്ല, ഇത് കമ്മിറ്റി തീരുമാനം ഇല്ലാതെയാണ് നടത്തുന്നതെന്ന് പറയുന്നു. കോടതിയെ സമീപിക്കാനാണ് പഞ്ചായത്ത് അധികൃതർ നിർദ്ദേശിച്ചതെന്ന് സംരംഭകർ പറയുന്നു. ഞങ്ങൾ സ്വർണ്ണങ്ങളെല്ലാം പണയം വെച്ചിരിക്കുകയാണ്. സ്വർണ്ണത്തിന് പലിശ അടയ്ക്കാൻ പോലും നിവൃത്തിയില്ല. ഞങ്ങൾ പൈസ എല്ലാവർക്കും സ്വർണ്ണം കുറവാണ്. അപ്പം ഉള്ള സ്വർണ്ണം ഞങ്ങൾ കൂടുതൽ പൈസ കിട്ടുന്നിടത്ത് കൊണ്ട് പണയം വെച്ചിട്ടാണ് ക്യാഷ് എടുത്ത് മുന്നോട്ട് നടത്തിക്കൊണ്ട് പോകുന്നത്. അപ്പം അതിന് പലിശ അടയ്ക്കുന്ന 14,000 രൂപ, 12,000 രൂപ, 10,000 രൂപ കുറഞ്ഞത് വെച്ച് ഞങ്ങൾ പലിശ അടയ്ക്കുന്നുണ്ട്. അപ്പം ഇത് മുന്നോട്ട് നമുക്ക് ഇങ്ങനെ നടത്തിക്കൊണ്ടു പോകാൻ പറ്റത്തില്ല. ഈ പൈസ കിട്ടാതെ എന്തായാലും നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. പഞ്ചായത്ത് കമ്മിറ്റിയുടെ അംഗീകാരമില്ലാതെ ICDS ഉൽപ്പന്നങ്ങൾ വാങ്ങിയതാണ് പ്രതിസന്ധിക്ക് കാരണമെന്നാണ് പഞ്ചായത്തിന്റെ വിശദീകരണം. സർക്കാർ തീരുമാനമുണ്ടെങ്കിൽ പണം കൈമാറാനാകുമെന്നും പഞ്ചായത്ത് അറിയിച്ചു. നമുക്കിനി അത് ആ തുക നൽകുന്നതിന് പഞ്ചായത്ത് ഭരണസമിതി ഒരിക്കലും തടസ്സമല്ല. പക്ഷേ ആ തുക ഇപ്പോൾ സാങ്കേതിക അനുമതി വാങ്ങാതെ നടത്തിയ ഒരു പ്രവർത്തനത്തിന് വേണ്ടി തുക നൽകുന്നതിന് ഓഡിറ്റ് ഒബ്ജക്ഷൻ വരെ നിലനിൽക്കുന്നതാണ്. അതിന് ഗവൺമെന്റ് തലത്തിലൊരു തീരുമാനമുണ്ടാകുന്ന മുറയ്ക്ക് അവരുടെ പൈസ ഈ 18 ലക്ഷം രൂപയുടെ ബാധ്യത കൊടുക്കുന്നതിന് ഭരണസമിതി ഇപ്പോൾ തയ്യാറാണ്. 2 പതിറ്റാണ്ട് മികച്ച രീതിയിൽ പ്രവർത്തിച്ചിരുന്ന കുടുംബശ്രീ സംരംഭത്തിനാണ് നിലവിൽ പൂട്ടുവീഴാൻ ഒരുങ്ങുന്നത്. സർക്കാരിന്റെ അടിയന്തര ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ സ്ഥാപനത്തിന്റെ പ്രവർത്തനം നിലയ്ക്കുന്നതിനൊപ്പം ഈ സംരംഭകരുടെ ജീവിതവും വഴിമുട്ടും. ന്യൂസ് 18 ഇടുക്കി. പാലക്കാട് ഒറ്റപ്പാലം ചിനക്കത്തൂർക്കാവിലെ കൂത്തുമാടത്തിൽ ഇത്തവണ പോലീസ് സാന്നിധ്യവുമുണ്ട്. ക്രമസമാധാനത്തിനല്ല, കൂത്ത് അവതരിപ്പിക്കാനാണ് പോലീസ് എത്തുന്നത്. ഒറ്റപ്പാലം പോലീസ് സ്റ്റേഷനിലെ ഗ്രേഡ് ASI രാജനാരായണനാണ് തോൽപ്പാവക്കൂത്ത് സംഘത്തിനൊപ്പം എത്തിയത്. പൂരക്കാലമായാൽ
കാക്കിയഴിച്ചു വെച്ചാൽ നേരെ കൂത്തുമടത്തിലെത്തും രാജനാരായണൻ. ഒറ്റപ്പാലം പോലീസ് സ്റ്റേഷനിലെ ഗ്രേഡ് SI ആണ് കോങ്ങാട് സ്വദേശി രാജനാരായണൻ. ചിനക്കത്തൂർ കാവിലെ പൂരാഘോഷത്തോടനുബന്ധിച്ച് കൂത്ത് അവതരിപ്പിക്കുന്ന സദാനന്ദ പുലവരുടെ സംഘത്തോടൊപ്പമാണ് ഇദ്ദേഹം എത്തിയത്. കൂനത്തറ ലക്ഷ്മണ പുലവർക്ക് കീഴിലാണ് രാജനാരായണൻ തോൽപ്പാവക്കൂത്ത് അഭ്യസിച്ചത്. കൂത്തിന്റെ പ്രസിദ്ധ ശൈലിയായ പാലപ്പുറം ശൈലി കൂടി പഠിക്കണമെന്ന മോഹത്താൽ പ്രസിദ്ധ കൂത്താചാര്യൻ A. സദാനന്ദ പുലവർക്ക് ഗുരുദക്ഷിണ വെച്ചു. ഇപ്പോഴും കല പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്നും താനൊരു കലാവിദ്യാർത്ഥി മാത്രമാണെന്നും രാജനാരായണൻ പറയുന്നു. ഒറ്റപ്പാലം പോലീസ് സ്റ്റേഷനിൽ ഗ്രേഡ് SI ആയി ജോലി ചെയ്യുന്നതിനിടയിൽ കലാപഠനത്തിനായി രാജനാരായണൻ സമയം കണ്ടെത്തിയിരുന്നു. 3 മാസത്തിലധികം സമയമെടുത്താണ് കൂത്തിന്റെ അടിസ്ഥാനം പഠിച്ചത്. ചിനക്കത്തൂർ പൂരത്തിൽ കൂത്ത് അവതരിപ്പിക്കണമെന്ന ആഗ്രഹമാണിപ്പോൾ നടപ്പാക്കുന്നത്. രാജനാരായണന് പ്രോത്സാഹനവുമായി സർക്കിൾ ഇൻസ്പെക്ടർ M. സുജിത്തും കൂത്തുമാടത്തിലെത്തിയിരുന്നു. ചരിത്രപ്രസിദ്ധമായ ചിനക്കത്തൂർ പൂരം ഫെബ്രുവരി 24-നാണ്. ന്യൂസ് 18 പട്ടാമ്പി. കൊല്ലം പുനലൂർ നഗരസഭയുടെ നിറവ് പദ്ധതി താളം തെറ്റി. ടൗണിൽ ഭക്ഷണം കഴിക്കാൻ നിവൃത്തിയില്ലാതെ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നവർക്ക് സൗജന്യ ഭക്ഷണം നൽകുന്ന പദ്ധതിയായിരുന്നു നിറവ്. 4 വർഷം മുൻപ് പുനലൂർ നഗരസഭ തുടങ്ങിയതാണ് നിറവ് പദ്ധതി. പുനലൂർ ടൗണിൽ ഭക്ഷണത്തിന് നിവൃത്തിയില്ലാതെ അലഞ്ഞുതിരിഞ്ഞു നടക്കുന്നവർക്ക് സൗജന്യമായി ഭക്ഷണം നൽകുന്നതാണ് പദ്ധതി. നഗരസഭ ഓഫീസിന് സമീപത്തായി സ്ഥാപിച്ചിട്ടുള്ള നിറവ് പദ്ധതിയുടെ ഭാഗമായ ക്യാബിനിൽ നിന്നും ഭക്ഷണം സൗജന്യമായി എടുത്തു കഴിക്കാം. പൊതുപ്രവർത്തകർക്കും സന്നദ്ധ സംഘടനകൾക്കും ഭക്ഷണം നൽകാൻ താൽപര്യമുള്ള ആർക്കും ഇവിടെ ഭക്ഷണപ്പൊതികൾ നിക്ഷേപിക്കാം. ഈ ഭക്ഷണപ്പൊതികളാണ് സൗജന്യമായി എടുത്തുപയോഗിക്കുന്നതും. തുടക്കത്തിൽ വൻ വിജയമായിരുന്ന പദ്ധതി 6 മാസങ്ങൾക്കകം താളം തെറ്റുകയായിരുന്നു. പദ്ധതി തുടർന്നു കൊണ്ടുപോകാൻ നഗരസഭാ ഭരണസമിതി ശ്രമിക്കുന്നില്ല എന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. നഗരസഭയിൽ മാറി മാറി വരുന്ന ഭരണസമിതിയിൽപ്പെട്ട ആളുകൾ അവർ ചില തുക്ലക്ക് പരിഷ്കാരങ്ങൾ നടത്തുന്നതിന്റെ ഭാഗമെന്നുള്ള നിലയിൽ പുനലൂരിൽ നടപ്പിലാക്കിയ നിറവെന്ന് പറയുന്ന ഒരു പദ്ധതി, പട്ടണത്തിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ആളുകൾക്ക് എല്ലാ ദിവസങ്ങളിലും ഉച്ചയ്ക്ക് ഭക്ഷണം, അത് നമുക്ക് ഭക്ഷണം നൽകാൻ കഴിയുമെങ്കിൽ നമ്മളൊരു പൊതി കെട്ടി ഇവിടെ കൊണ്ടുവച്ചാൽ ആളുകൾ ഇവിടെ വന്ന്, ഭക്ഷണം ലഭ്യമില്ലാത്ത ആളുകൾ ഇവിടെ വന്ന് ആ ഭക്ഷണ പൊതി എടുത്തുകൊണ്ട് പോയി കഴിക്കുന്നതിന് വേണ്ടി ഒരു പദ്ധതി ആവിഷ്കരിച്ചത്. ഇവിടെ നഗരസഭ ഓഫീസിൻ്റെ സമീപത്തായി കൂട്ടിയിട്ടിട്ടുണ്ട്. ഇപ്പോൾ ആ ബിന്ന് അത് കളക്ട് ചെയ്ത് വെക്കുന്നതിന് ഉപയോഗിച്ചിരുന്ന സാധനങ്ങൾ ഇവിടെ കൂട്ടിയിട്ടിട്ടുണ്ട്. ഓരോ സമയങ്ങളിലും ഉദ്ഘാടനങ്ങൾ നടത്തുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള പദ്ധതികൾ പ്രഖ്യാപിക്കും. ആ പദ്ധതികൾ ഒടുവിൽ നാമാവശേഷമായി പോയി ഒരാൾ നോക്കാനോ കാണാനോ ഇല്ലാത്തൊരവസ്ഥയിലേക്ക് ഇത് പോകുന്നൊരു സാഹചര്യം നിലനിൽക്കുകയും. നിറവ് പദ്ധതിയുടെ ഭാഗമായി നഗരസഭാ ഓഫീസിന് മുൻപിൽ സ്ഥാപിച്ചിരിക്കുന്ന ക്യാബിൻ ഇപ്പോൾ നഗരസഭാ ഓഫീസിന് പിറകുവശത്ത് മാലിന്യ കൂമ്പാരത്തിനുള്ളിലാണുള്ളത്. സൗജന്യ ഭക്ഷണ പദ്ധതി തകർത്തത് ചില ഹോട്ടലുകളെ സഹായിക്കാനാണെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട്. ന്യൂസ് 18 പുനലൂർ. പാലക്കാട് കൊപ്പം സർവീസ് സഹകരണ ബാങ്കിന്റെ 12 മണിക്കൂർ ശാഖ ഉദ്ഘാടനം ചെയ്തു. മന്ത്രി VN വാസവൻ ഉദ്ഘാടനം നിർവഹിച്ചു. 12 മണിക്കൂർ ശാഖ ഓഫീസ്, കോൺഫറൻസ് ഹാൾ, ലിഫ്റ്റ്, റാമ്പ് സൗകര്യങ്ങളോടുകൂടിയാണ് നിർമ്മാണം. ചടങ്ങിൽ വിവിധ സമ്പാദ്യ പദ്ധതികളുടെ സ്വീകരിക്കലും സമർപ്പണവും നടന്നു. മുഹമ്മദ് മുഹസിൻ MLA അധ്യക്ഷനായി നവീകരിച്ച നീതി ലാബ്, നീതി മെഡിക്കൽ സ്റ്റോർ, പുതിയ ലോക്കർ, മീറ്റിംഗ് ഹാൾ എന്നിവയുടെയും ഉദ്ഘാടനം നടന്നു. പാവപ്പെട്ടവർക്ക് വീട് വയ്ക്കാൻ സ്ഥലം നൽകിയ കോട്ടയിൽ രാമനുണ്ണി കമലം ദമ്പതികൾ പുതിയ ശാഖാ കെട്ടിടം നിർമ്മാണത്തിന് നേതൃത്വം നൽകിയവരെയും ആദരിച്ചു. നിക്ഷേപകരെ സംരക്ഷിക്കുകയും ചെയ്യുന്ന സമീപനം സ്വീകരിച്ചുകൊണ്ടാണ് സഹകരണ മേഖല മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ഭാവിയിൽ ഈ മേഖലയുടെ പ്രവർത്തനങ്ങൾ സുരക്ഷിതവും സുതാര്യവുമാക്കി മാറ്റാൻ കഴിയുന്നതാണ് ഞങ്ങളുടെ ബില്ല് 56 ഭേദഗതികളോടുകൂടി ഗവർണറുടെ അനുമതി കാത്ത് കിടക്കുന്നത്. അതുകൂടി പ്രാവർത്തികമാക്കിയാൽ ഈ മേഖല കുറെ കൂടി മെച്ചപ്പെട്ടതും സുരക്ഷിതവും സുതാര്യവുമായി മുന്നോട്ട് പോകാൻ കഴിയുന്ന പുതിയ സാഹചര്യങ്ങൾ കൂടി സൃഷ്ടിക്കപ്പെടും. ഭാവിയിൽ ഈ മേഖലയിൽ ഞങ്ങൾ കൃത്യമായി നമ്മുടെ കോമൺ സോഫ്റ്റ്വെയർ കൊണ്ടുവരികയാണ്. ന്യൂജൻ ബാങ്കിനോടൊപ്പം കോമ്പീറ്റ് ചെയ്യാൻ കഴിയുന്ന രൂപത്തിൽ ATM-ഉം മൊബൈൽ ബാങ്കിങ്ങും ഇന്റർനെറ്റ് ബാങ്കിങ്ങും RTGS-ഉം നെഫ്റ്റും IMPS-ഉം ഉൾപ്പെടെ നടപ്പാക്കുകയാണ്. നമ്മുടെ കാരണവന്മാരും ബാങ്കിൽ വരണ്ട, ഇവിടെ കൊണ്ടു കൊടുക്കാനും പോകണ്ട. നമ്മുടെ ബാങ്കുമായി ബന്ധപ്പെട്ട ഒരാപ്പ് നമ്മൾ കൃത്യമായി പറഞ്ഞു തരും. ആ ആപ്പിൽ കൂടി പണം നിക്ഷേപിക്കൂ, പിൻവലിക്കൂ, എല്ലാ ഇടപാടും നടത്താൻ കഴിയുന്ന രൂപത്തിലേക്ക് വരുന്ന കോമൺ സോഫ്റ്റ്വെയർ കേരള ബാങ്കിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു. അതിന് പ്രൈമറി സംഘത്തിൽ കൂടി നടപ്പാക്കാൻ പോവുകയാണ്. അതിന്റെ ടെക്നിക്കൽ ബിൽഡും ഫിനാൻഷ്യൽ ബിൽഡും ഓപ്പൺ ചെയ്ത് അവരോട് നെഗോഷിയേറ്റ് ചെയ്ത് ഞങ്ങൾ ധാരണയായി കഴിഞ്ഞിരിക്കുന്നു.
ഊരിൽ അടിസ്ഥാന സൗകര്യം ഒരുക്കണമെന്നാവശ്യപ്പെട്ട് സമരത്തിലാണ് ഇടുക്കിയിലെ ഒരു ഊരുമൂപ്പൻ. വണ്ടിപ്പെരിയാർ വഞ്ചിവയൽ ആദിവാസി കോളനിയിൽ വികസനം എത്തിക്കണമെന്നാവശ്യപ്പെട്ടാണ് ഊരുമൂപ്പന്റെ നിരാഹാര സമരം. ഊരാളി വിഭാഗത്തിൽപ്പെടുന്ന 87 കുടുംബങ്ങളിലെ 386 പേർ അധിവസിക്കുന്ന വഞ്ചിവയൽ ആദിവാസി കോളനി സ്ഥിതി ചെയ്യുന്നത് പെരിയാർ കടുവാ സങ്കേതത്തിനുള്ളിലാണ്. പ്രകൃതി ദുരന്തങ്ങളെ അതിജീവിച്ചും വന്യമൃഗങ്ങളോട് പോരാടിയുമാണ് 80 വർഷമായി ഇവിടെ ആദിവാസി വിഭാഗങ്ങൾ കഴിയുന്നത്. വഞ്ചിവയൽ ആദിവാസി കോളനിയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ കൂട്ടണം എന്നതടക്കമുള്ള ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. ആദിവാസി കോളനിയിൽ അടിസ്ഥാന സൗകര്യങ്ങൾ നൽകണമെന്ന് ആവശ്യപ്പെട്ടാണ് ആദിവാസി ഊരുമൂപ്പൻ സമരം തുടങ്ങിയത്. ഇതേ ആവശ്യങ്ങൾ ഉന്നയിച്ച് മുൻപ് ആദിവാസി ഊരുമൂപ്പൻ അജയൻ ഇലക്ട്രിക് ടവറിന് മുകളിൽ കയറി ആത്മഹത്യാ ഭീഷണി മുഴക്കിയിരുന്നു. അന്ന് ഇടുക്കി ജില്ലാ സബ് കളക്ടർ അടക്കമുള്ളവർ സ്ഥലത്തെത്തുകയും ഇഞ്ചുവയൽ കോളനിയിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ വാഗ്ദാനവും പാലിക്കപ്പെട്ടില്ല. കോളനിയിലേക്കുള്ള 4 കിലോമീറ്റർ റോഡ് സഞ്ചാരയോഗ്യമാക്കുക, കുടിവെള്ളം എത്തിക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുക, മൊബൈൽ റേഞ്ച് സംവിധാനം ഏർപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഊരുമൂപ്പൻ അജയൻ വഞ്ചിവയലിൽ കുടിൽകെട്ടി നിരാഹാര സമരം തുടങ്ങിയത്. എൻ്റെ ആവശ്യം വഞ്ചിവയൽ ട്രൈബൽ കോളനിയിലേക്കുള്ള അടിസ്ഥാന സൗകര്യമായ ഒരു റോഡ് 4 കിലോമീറ്റർ റോഡിനുള്ള സമരത്തിലാണ്. അപ്പോൾ 42 കുട്ടികൾ പോകുന്ന ഒരു സ്കൂൾ ബസ് ഓടുന്ന ഒരു റോഡാണ്. അതിന് നാളിതുവരെയായിട്ടും ഒരു മാറി മാറി വരുന്ന ഭരണങ്ങൾ ഒന്നും അടിസ്ഥാന സൗകര്യം ഒരുക്കാത്തതിൻ്റെ പേരിൽ നടത്തുന്ന നിരാഹാര സമരമാണ്. അതിൻ്റെ ആവശ്യം അംഗീകരിക്കുന്നിടം വരെ ഞാൻ ഈ നിരാഹാരത്തിലിരിക്കുന്ന ആൾ. നിരാഹാരമനുഷ്ഠിക്കുന്ന ആദിവാസി ഊരുമൂപ്പന് പിന്തുണയറിയിച്ച് കോളനി നിവാസികളുമെത്തി. ആവശ്യങ്ങൾ അംഗീകരിക്കാതെ സമരത്തിൽ നിന്നും പിന്മാറില്ലെന്നാണ് ഊരുമൂപ്പൻ പറയുന്നത്. ന്യൂസ് 18 ഇടുക്കി. ഏറെ നാളായി തകർന്നു കിടക്കുന്ന കായംകുളം കാർത്തികപ്പള്ളി റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്ന ആവശ്യം. ONK ജംഗ്ഷൻ മുതൽ പല്ലുകുളങ്ങര വരെയാണ് റോഡ് തകർന്നു കിടക്കുന്നത്. കായംകുളം നഗരത്തെയും തീരദേശത്തെയും ബന്ധിപ്പിക്കുന്ന പ്രധാന റോഡാണ് കായംകുളം പുല്ലുകുളങ്ങര റോഡ്. ഈ പാത അടിയന്തരമായി നവീകരിക്കണമെന്നാണ് ആവശ്യം. ആധുനിക രീതിയിൽ നിർമ്മിച്ച കായംകുളം കാർത്തികപ്പള്ളി റോഡിൽ കായംകുളം മുതൽ പുല്ലുകുളങ്ങര വരെയാണ് തകർന്നത്. നിർമ്മാണത്തിലെ അപാകത റോഡ് തകർച്ചയ്ക്ക് കാരണമായതായി നാട്ടുകാർ ആരോപിക്കുന്നു. കഴിഞ്ഞ ദിവസം റോഡിന്റെ ശോച്യാവസ്ഥയിൽ പരിഹാരം തേടി വ്യാപാരി വ്യവസായ ഏകോപന സമിതിയും പ്രതിഷേധിച്ചിരുന്നു. ഏറ്റവും കൂടുതൽ ആൾക്കാർ കടന്നു പോകുന്ന ഒരു മേഖലയാണ്. റെയിൽവേ സ്റ്റേഷനിലായാലും കായംകുളം ബസ് ടെർമിനലിലത്തെ ആയാലും നമ്മൾക്കറിയാം. പുല്ലുകുളങ്ങര അടക്കം കണ്ടല്ലൂർ തൃക്കുന്നപ്പുഴ ആറാട്ടുപുഴ മേഖലയിലുള്ളവർ വരെ കടന്നു പോകുന്ന ഒരു ഏരിയയാണിത്. ആയിരക്കണക്കിന് വാഹനങ്ങളാണ് ഇതിലെ കടന്നു പോകുന്നത്. ഇതിന് യാതൊരുവിധ സമയബന്ധിതമായി തീർക്കാനോ ഇതിന് മുന്നോട്ട് പോകാനോ ഉള്ള യാതൊരു ശ്രമങ്ങളോ അധികാരികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു വസ്തുതയാണ്. MLAയുടെ ഫേസ്ബുക്ക് നവമാധ്യമങ്ങളിൽ ഓപ്പൺ ചെയ്തു കഴിഞ്ഞാൽ രാവിലെ കാണാം അവിടെ റോഡ് റെഡിയായി, ഇവിടെ റെഡിയായി, മറ്റു കാര്യങ്ങൾ റെഡിയായി. എന്നാൽ ഇതൊന്നും കാണുന്നില്ലേ? ഞങ്ങൾക്കതേ ചോദിക്കാനുള്ളൂ. ഇവിടുത്തെ വ്യാപാരികൾക്ക് ചോദിക്കാനുള്ളത്, ഇവിടുത്തെ MLAക്ക് എന്തുകൊണ്ട് PW ഇൻസ്ട്രുമെന്റുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കാൻ കഴിയുന്നില്ല? ന്യൂസ് 18 കായംകുളം. ഇടുക്കി ചിന്നക്കനാലിലെ കാട്ടാനശല്യത്തിന് പരിഹാരം കണ്ടെത്താൻ തൂക്ക് വൈദ്യുതി വേലിയൊരുക്കാൻ വനംവകുപ്പ് പദ്ധതി ഒരുങ്ങുന്നു. 3 ഇടങ്ങളിലായി 16 കിലോമീറ്റർ ദൂരത്തിലാണ് ഫെൻസിംഗ് ഒരുക്കുക. വേലി സ്ഥാപിക്കുന്നതിനൊപ്പം വനമേഖലയിൽ ആവശ്യത്തിന് ഭക്ഷണം ഒരുക്കിയെങ്കിൽ മാത്രമേ കാട്ടാനശല്യത്തിന് പരിഹാരം കണ്ടെത്താൻ കഴിയൂവെന്ന് നാട്ടുകാരും പറയുന്നുണ്ട്. കാട്ടാനശല്യം ഏറ്റവും രൂക്ഷമായ മേഖലയാണ് ചിന്നക്കനാൽ. 2003 ആദിവാസി പുനരധിവാസ പദ്ധതിയിലൂടെ കുടുംബങ്ങളെ കുടിയിരുത്തിയതിനു ശേഷം ഇതുവരെ കാട്ടാന ആക്രമണത്തിൽ 47 പേർ കൊല്ലപ്പെട്ടു. നിരവധി വീടുകളും ഹെക്ടർ കണക്കിന് കൃഷിഭൂമിയും നശിപ്പിക്കപ്പെട്ടു. മേഖലയിൽ മനുഷ്യ വന്യമൃഗ സംഘർഷം വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിലാണ് ഹാങ്ങിംഗ് ഫെൻസിംഗ് ഒരുക്കാൻ വനംവകുപ്പ് തയ്യാറെടുക്കുന്നത്. കാട്ടാനശല്യം രൂക്ഷമായ പന്തടിക്കളം, BL റാം, സിംഗുകണ്ടം എന്നിവിടങ്ങളിലാണ് ഫെൻസിംഗ് ഒരുക്കുന്നത്. പന്തടിക്കളത്ത് 5ഉം BL റാമിൽ 3ഉം സിംഗുകണ്ടത്ത് 8 കിലോമീറ്റർ ദൈർഘ്യത്തിലാണ് ഫെൻസിംഗ് സ്ഥാപിക്കുന്നത്. പദ്ധതിക്ക് മുന്നോടിയായി ജനജാഗ്രതാ സമിതി യോഗം ചേർന്നു. ആശ്വാസമാണ്. പക്ഷേ എന്നാൽ പോലും ഫുള്ളായിട്ട് ഇപ്പം നമ്മളിപ്പോൾ ഈ പദ്ധതിയിൽ പെട്ടപ്പോൾ തന്നെ ഒരു ആശയം ഉയർന്നു വന്നത് 301 കോളനിയെ ഒറ്റപ്പെടുത്തിക്കൊണ്ടാണ് ചെയ്യുന്നത് എന്നുള്ളൊരു ആശയം വന്നു. എന്നാലും ഈ 13 കിലോമീറ്റർ 15 കിലോമീറ്റർ ഫെൻസിംഗ് കൊണ്ട് ഈ ഒരു പഞ്ചായത്തിലെ ശാശ്വത പരിഹാരമാകത്തില്ല. എന്നാലും കുറച്ച് അതിൽ ഉൾപ്പെടുന്ന കുറച്ച് ജനങ്ങൾക്ക് മാത്രം ഒരു ആശ്വാസം കിട്ടും എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. മതികെട്ടാൻ ചോലയിൽ ആവശ്യത്തിന് ഭക്ഷണമില്ലാത്തതും ആനയുടെ ശല്യം ജനവാസ മേഖലയിൽ രൂക്ഷമാക്കുന്നതിന് ഇടയാക്കുന്നതായാണ് നാട്ടുകാരുടെ ആരോപണം. ഫെൻസിംഗിനൊപ്പം ഭക്ഷ്യവസ്തുക്കളും നട്ടുപരിപാലിക്കണമെന്നാണ് ആവശ്യം. ജനങ്ങളെ സംബന്ധിച്ച് തൽക്കാലം ആശ്വാസമാണെങ്കിലും ഇതിനകത്ത് ഇത് ശാശ്വതമാകുമെന്ന് നമുക്ക് തോന്നുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ
ആനയ്ക്ക് ഭക്ഷണമില്ല. ആനയ്ക്ക് ഭക്ഷണമില്ലാത്തത് കൊണ്ട് ഇത് നിലവിൽ അവിടെ കമ്പില്ലേലും അകലെ പോയി അത് കമ്പ് കൊണ്ടുവന്ന് വേലി പിടിക്കും. അപ്പോൾ ആനയ്ക്ക് ഭക്ഷണം കൂടെ ഉണ്ടാക്കാനുള്ളൊരു സംവിധാനം ഗവൺമെൻറ് ആലോചിക്കണം. അതുങ്ങൾക്ക് ഭക്ഷണം ഉണ്ടെങ്കിൽ ഒരു പരിധിവരെ അത് ഒതുങ്ങി മാറും. പക്ഷേ ഇത് തൽക്കാലം ഒരു ആശ്വാസം ആകുമെന്നുള്ളതാണ് നമ്മൾക്ക് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. ജനജാഗ്രതാ സമിതി നിർദ്ദേശിക്കുന്ന ഭാഗങ്ങളിലാകും ആദ്യം ഫെൻസിംഗ് സ്ഥാപിക്കുക. ഇക്കാര്യത്തിൽ വനം വകുപ്പിന്റെ അന്തിമ തീരുമാനം ഉടനുണ്ടാകും. ന്യൂസ് 18 ഇടുക്കി. കോന്നി, പ്രമാടം, വള്ളിക്കോട് പഞ്ചായത്തുകളിലെ ജലക്ഷാമം രൂക്ഷം. കല്ലട ഇറിഗേഷന്റെ കനാൽ തുറന്നുവിടാത്തതാണ് ജലക്ഷാമം രൂക്ഷമാകാൻ കാരണം. കൃഷിക്ക് കനാലിലെ വെള്ളം ലഭിക്കാത്തതിനെ തുടർന്ന് കർഷകരും ദുരിതത്തിലാണ്. കോന്നി, പ്രമാടം, വള്ളിക്കോട് പഞ്ചായത്തിലെ കർഷകർ വേനൽക്കാലത്ത് കൃഷിക്ക് ആശ്രയിക്കുന്നത് കല്ലട ഇറിഗേഷൻ പദ്ധതിയിൽ നിന്നുള്ള വെള്ളമാണ്. എന്നാൽ വേനലായിട്ടും കനാൽ തുറന്നുവിടാത്തതിനാൽ കാർഷിക വിളകൾ നശിച്ചു തുടങ്ങി. മുൻവർഷങ്ങളിൽ ഡിസംബറിൽ കനാൽ തുറന്നുവിട്ടിരുന്നെങ്കിലും ഇത്തവണ ജനുവരി കഴിഞ്ഞിട്ടും കനാൽ തുറന്നുവിടാത്തതാണ് പ്രതിസന്ധി. കനാൽ തുറന്നുവിടുന്നത് ഞങ്ങളെ ഇവിടെ താമസിക്കുന്ന ഈ ചപ്പാത്തുപടിയിൽ മുണ്ടയ്ക്കാമൂര് ഭാഗങ്ങളിലെ ആൾക്കാർ വളരെയധികം പ്രതീക്ഷയോടെ ഈ വെള്ളം തുറന്നുവിടുന്നത് നോക്കിയിരിക്കുന്നത്. പക്ഷേ ഈ കൊല്ലം മറ്റ് കൊല്ലങ്ങളെ അപേക്ഷിച്ച് വളരെയധികം കുടിവെള്ളക്ഷാമം ഞങ്ങൾ അനുഭവപ്പെടുന്നു. കിണറുകളിലെങ്ങും വെള്ളമില്ല, മോട്ടോർ വെച്ചടിക്കാനുള്ള വെള്ളം ഇല്ല, വളരെ രൂക്ഷമായിരിക്കുക. കനാൽ തുറന്നുവിടാത്തതിനാൽ സമീപത്തുള്ള വീടുകളിലെ കിണറുകളിലും വെള്ളമില്ല. വേനൽക്കാലത്ത് കനാൽ വെള്ളത്തെ ആശ്രയിച്ച് കൃഷി ഇറക്കിയ കർഷകരാണ് വെള്ളം കിട്ടാതെ പ്രതിസന്ധിയിലായിരിക്കുന്നത്. കനാൽ വൃത്തിയാക്കുന്ന ജോലികൾ പലയിടത്തും ഇതുവരെ പൂർത്തിയാക്കിയിട്ടുമില്ല. ന്യൂസ് 18 പത്തനംതിട്ട. കോതമംഗലം താലൂക്ക് വികസന സമിതി യോഗം ചേർന്നു. ആന്റണി ജോൺ MLA യുടെ അധ്യക്ഷതയിലായിരുന്നു യോഗം. ദേശീയപാത നവീകരണവുമായി ബന്ധപ്പെട്ട ഉയർന്ന ആശങ്കകൾ പരിഹരിക്കുന്നതിന് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ തയ്യാറാകണമെന്ന് താലൂക്ക് വികസന സമിതി യോഗത്തിൽ തീരുമാനമായി. തഹസിൽദാർ റേച്ചൽ കെ വർഗീസ്, നെല്ലിക്കുഴി പഞ്ചായത്ത് പ്രസിഡന്റ് PM മജീദ്, കുട്ടമ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് കാന്തി വെള്ളക്കയ്യൻ, കോട്ടപ്പടി പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഗോപി, കീരമ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് മാമച്ചൻ ജോസഫ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. എറണാകുളം കോതമംഗലം താലൂക്കിലെ 27 പട്ടയ അപേക്ഷകൾക്ക് ലാൻഡ് അസൈൻമെന്റ് കമ്മിറ്റി അംഗീകാരം നൽകി. 3 വില്ലേജുകളിലായിട്ടാണ് 27 പട്ടയ അപേക്ഷകൾക്ക് അംഗീകാരം നൽകിയത്. കുട്ടമ്പുഴയിൽ 23-ഉം ഇരമല്ലൂരിൽ 2-ഉം കീരമ്പാറയിൽ 2-ഉം വില്ലേജുകളിലായാണ് 27 പട്ടയ അപേക്ഷകൾക്ക് അംഗീകാരം ലഭിച്ചത്. താലൂക്ക് ഓഫീസിൽ ചേർന്ന യോഗത്തിൽ ആന്റണി ജോൺ MLA അധ്യക്ഷത വഹിച്ചു. തഹസിൽദാർ റേച്ചൽ കെ വർഗീസ്, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ PM മജീദ്, കാന്തി വെള്ളക്കയ്യൻ, LR തഹസിൽദാർ KH നാസർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. പുനലൂർ KSRTC ഡിപ്പോ കേന്ദ്രീകരിച്ച് പോലീസ് എയ്ഡ് പോസ്റ്റ് വേണമെന്ന ആവശ്യം ശക്തമാകുന്നു. KSRTC ഡിപ്പോ പരിസരം ലഹരി മാഫിയ കൈയടക്കുന്നുവെന്ന ആരോപണം നിലനിൽക്കെയാണ് പോലീസ് എയ്ഡ് പോസ്റ്റ് എന്ന ആവശ്യം ശക്തമായത്. പുനലൂർ KSRTC ഡിപ്പോ പരിസരം ലഹരി മാഫിയകളുടെ പിടിയിലായിട്ട് കാലങ്ങളായി. വിദ്യാർത്ഥികളടക്കം ഇവിടെ വന്നു പോകുന്നുവെന്നും കർശന നിരീക്ഷണം വേണമെന്നും പല കോണുകളിൽ നിന്ന് ആവശ്യമുയർന്നിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് ഡിപ്പോ പരിസരം കേന്ദ്രീകരിച്ച് പോലീസ് എയ്ഡ് പോസ്റ്റ് സ്ഥാപിക്കണമെന്ന ആവശ്യം ഉയരുന്നത്. KSRTCക്ക് സെക്യൂരിറ്റി ഇല്ല. ഒരു വല്ലാത്തൊരു അവസ്ഥയിൽ ഈ കുട്ടികൾ അവിടെ നിന്ന് വീണ്ടും എപ്പോഴെങ്കിലും പോലീസുകാർ വരുകയോ SIO ആരെങ്കിലുമൊക്കെ വന്നു കൂടുന്ന കൂട്ടത്തിൽ ഇവരെയൊക്കെ ഓടിച്ചു വിടുക. ആ സമയത്ത് ഈ പെൺകുട്ടികൾ വന്ന് ചൂടാവുന്ന സമയത്ത് പിന്നെ ആൺകുട്ടികളെ അവിടുന്ന് ഈ പെൺകുട്ടികളെ തന്നെ രക്ഷപ്പെടുത്തിക്കൊണ്ട് പോകുന്ന രീതിയിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. അതായത് പോലീസുകാർക്ക് അവിടെ ഒരു വിലയും ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്കാണ് അവിടെ പോകുന്നത്. അതുകൊണ്ട് അത്യാവശ്യമായി എയ്ഡ് പോസ്റ്റ് അവിടെ സ്ഥാപിക്കണം എന്നുള്ളത് ഇവിടുത്തെ പൊതുജനങ്ങളുടെ ആവശ്യമായിട്ട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. KSRTCയിലെ സെക്യൂരിറ്റി ജീവനക്കാർ ഇവിടേക്ക് തിരിഞ്ഞു നോക്കാറില്ല. മുൻപ് പിങ്ക് പോലീസ് സ്കൂൾ വിടുന്ന സമയങ്ങളിൽ KSRTC ഡിപ്പോ പരിസരത്ത് ക്യാമ്പ് ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ അതുമില്ല. ഡിപ്പോ കേന്ദ്രീകരിച്ച് CCTV ക്യാമറകളില്ലാത്തതും ലഹരി ഉപയോഗത്തിനും ലഹരി കച്ചവടത്തിനും സഹായകരമാകുന്നു. ഇക്കാര്യത്തിൽ അടിയന്തര ഇടപെടലാണ് നാട്ടുകാരും വ്യാപാരികളും തേടുന്നത്. ന്യൂസ് 18 പുനലൂർ. ബിസിനസ് ഇൻസൈറ്റ് മാഗസിൻ മികച്ച എഡ്യൂക്കേഷൻ കൺസൾട്ടൻസി ബ്രാൻഡ് അവാർഡ് വയനാട് എഡ്യൂക്കേഷൻ ചാരിറ്റബിൾ ഫൗണ്ടേഷന്റെ ക്രെഡൻസ് എഡ്യൂക്കേഷൻസിനാണ്. തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ മുൻ DGP ഋഷിരാജ് സിംഗിൽ നിന്നും ഡയറക്ടർമാരായ ജ്യോതിഷ് PS, നിധിൻ ലാൽ എന്നിവർ അവാർഡ് ഏറ്റുവാങ്ങി. +2 ഡിഗ്രി കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ ഗൈഡൻസും മറ്റു കാര്യങ്ങളും മികച്ച രീതിയിൽ നൽകുന്നതിനാണ് പുരസ്കാരം. മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ, MLA VK പ്രശാന്ത്, മുൻമന്ത്രി C ദിവാകരൻ, നടൻ ദിനേശ് പണിക്കർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. കൊച്ചിയിൽ പൊതുമരാമത്ത് വകുപ്പിന്റെ കീഴിലുള്ള പല പ്രധാന റോഡുകളുടെയും നിർമ്മാണം അശാസ്ത്രീയമെന്ന് പരാതി. റോഡിന്റെ വശങ്ങൾ ഉയർത്തിയത് മൂലം അപകടങ്ങൾ പതിവായി. കഴിഞ്ഞ ദിവസം റോഡിൽ വീണ വിദ്യാർത്ഥിനിയുടെ കാലും മുടിഞ്ഞിരുന്നു.
റോഡും അതിൻ്റെ വശങ്ങളും സാധാരണയിലും ഉയർന്നു നിൽക്കുന്നതാണ് അപകടമുണ്ടാക്കുന്നത്. വലിയ വാഹനങ്ങൾ വരുമ്പോൾ അരികു ചേർക്കുന്ന ഇരുചക്ര വാഹന യാത്രക്കാരും കാൽനടക്കാരുമാണ് ഈ കെണിയിൽ പെട്ടുപോകുന്നത്. കാക്കനാട് മേഖലയിലാണ് ദുരിതമേറെ. സീപോർട്ട് എയർപോർട്ട് റോഡ്, സിവിൽ ലൈൻ റോഡ് തുടങ്ങിയവയെല്ലാം അപകട മേഖലയാണ്. എല്ലായിടത്തും സൈഡിൽ മനുഷ്യർ നടക്കാനുള്ള സ്പേസ് ഇല്ല, ഫുട്പാത്ത് ഇല്ല. ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡിൽ ഉണ്ടാക്കി വെച്ചാണ് സീപോർട്ട് എയർപോർട്ട് റോഡ്. അതിൽ വഴിവിളക്കില്ല, ഫുട്പാത്തില്ല, ഡ്രൈനേജ് ഇല്ല. വെറുതെ കുറേ ടാർ ചെയ്ത് അവിടെ ഇവിടെയൊക്കെ തോന്നിയ പോലെ അവർക്ക് കുറേ പൊക്കം ഉണ്ടാക്കി ചിലയിടത്ത് താത്തി. ഇപ്പം ആ വള്ളത്തോളിലേക്ക് കയറി വരുന്ന ബസ്സൊക്കെ ഏതാണ്ട് ഹൈ റേഞ്ച് കയറി വരുന്ന പോലെയുമല്ല. കഴിഞ്ഞ ദിവസം റോഡിൻ്റെ വശങ്ങളിലെ ഉയർച്ച താഴ്ചകളിൽ തെന്നി തൃക്കാക്കര മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥിനിയുടെ കാലൊടിഞ്ഞു. റോഡിൽ വീണ ഇവരെ സഹപാഠികളും നാട്ടുകാരും ചേർന്ന് ആശുപത്രിയിലെത്തിക്കുകയായിരുന്നു. ഒരു കരിക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് വണ്ടി ഇപ്പുറത്ത് വെച്ചിട്ട് അപ്പുറത്തേക്ക് നടന്നിറങ്ങിയതാണ്. ഓപ്പോസിറ്റിലേക്ക് നടന്നിറങ്ങി. ഇറങ്ങുമ്പോൾ റോഡിൻ്റെ ഹൈറ്റ് ടാറിങ് കഴിഞ്ഞിട്ട് ഏതാണ്ട് ഒരടി താഴെ വ്യത്യാസമുണ്ട്. അത് തൃക്കാക്കരയിൽ വ്യാപകമായിട്ടുള്ളതാണ്. അപ്പോൾ അതിനകത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേക്ക് കാലങ്ങ് പെട്ടെന്ന് സ്ലിപ്പാകുകയാണ്. അപ്പോൾ കാല് സ്ലിപ്പാകുകയും ചെയ്തു. അന്നേരം ഒരു വേദന തോന്നിയെങ്കിലും വലിയ കാര്യമായില്ല. പക്ഷേ അവിടെ ഇരുന്ന് കരിക്ക് കുടിച്ച് എഴുന്നേറ്റപ്പോഴത്തേക്കും കാലിൽ മൊത്തം നീരായി. അങ്ങനെ അപ്പോൾ തന്നെ ഞങ്ങൾ കാക്കനാട് ആശുപത്രി കൊണ്ടുപോയി. ആശുപത്രി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ എക്സ്റേ ഒക്കെ എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞു അത് എല്ലിന് പൊട്ടലുണ്ട്, പ്ലാസ്റ്റർ ഇടണമെന്ന് പറഞ്ഞു. ഇപ്പോൾ അത് പ്ലാസ്റ്റർ ഇട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സംഭവം തന്നെ നിരവധിയായിട്ട് ഇപ്പോൾ തൃക്കാക്കരയിൽ വ്യാപകമായിട്ടുണ്ടായിട്ടുണ്ട്. ഞാനിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഒരാളാണ്. ഞങ്ങളെയൊക്കെ സംബന്ധിച്ചൊരു ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഞങ്ങൾക്ക് ഈ പ്രദേശത്തൊക്കെ ഉണ്ടായിട്ടുണ്ട്. തൃക്കാക്കരയിൽ എവിടെയെല്ലാം ടാർ ചെയ്തിട്ടുണ്ടോ ടാർ ചെയ്തേക്കുന്നിടത്ത് എല്ലാം തന്നെ ഒരടിയിലേറെ താഴ്ചയുള്ളിടത്തും ഇങ്ങനെ ഇട്ടേക്കാണ്. ഭരണസിരാ കേന്ദ്രമായ ജില്ലാ കളക്ട്രേറ്റിനും ജില്ലാ പഞ്ചായത്തിനും മുന്നിലൂടെ കടന്നുപോകുന്ന വഴിയിലാണ് അപകടം അധികവും. പൊതുവെ വളരെ മോശമായിട്ട് പല സ്ഥലങ്ങളിലും ഹമ്പുകളായാലും മൊത്തം പ്രശ്നങ്ങളാണ്. ചില സ്ഥലത്ത് പഞ്ചായത്ത് റോഡുകളൊക്കെ വളരെ മോശമായിട്ട് ഇപ്പോൾ കിടക്കും. മുനിസിപ്പാലിറ്റി റോഡുകളൊക്കെ വളരെ മോശമായിട്ട് കിടക്കും. ഇരുചക്ര വാഹനയാത്രക്കാരും കാൽനടക്കാരും അപകടത്തിൽപ്പെടുന്നത് പതിവായിട്ടും റോഡിന്റെ അശാസ്ത്രീയത പരിഹരിക്കാനുള്ള ഒരു നടപടിയും പൊതുമരാമത്ത് വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുമില്ല. ന്യൂസ് 18 കൊച്ചി. നാളെയുടെ ഫുട്ബോൾ താരങ്ങളെ തേടി മുൻ ദേശീയ താരങ്ങളായ CK വിനീതും റിനോ ആന്റോയും ഇരുവരുടെയും നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന രാജ്യാന്തര യാത്രയ്ക്ക് കൊച്ചിയിൽ തുടക്കം. 4 മാസക്കാലം രാജ്യത്തുടനീളം സഞ്ചരിച്ച് കുട്ടിത്താരങ്ങളെ കണ്ടെത്തി പുതിയ ഫുട്ബോൾ അക്കാദമികൾ തുടങ്ങുക എന്നതാണ് യാത്രയുടെ ലക്ഷ്യം. നടൻ മമ്മൂട്ടി യാത്ര ഫ്ലാഗ് ഓഫ് ചെയ്തു. ആദിവാസി മേഖലകളിലെ കുട്ടികളായ ഫുട്ബോൾ താരങ്ങളെ കണ്ടെത്തുക എന്നതാണ് സോക്കർ സഫാരി എന്ന യാത്രയുടെ പ്രധാന ലക്ഷ്യം. അട്ടപ്പാടിയിലും തിരുനെല്ലിയിലും 1 വർഷം മുൻപ് തുടങ്ങിയ അക്കാദമികൾ വിജയം കണ്ടതോടെയാണ് വീണ്ടും CK വിനീതിന്റെ നേതൃത്വത്തിലുള്ള താരങ്ങൾ ആ സാധ്യത തേടുന്നത്. വിനീതിനൊപ്പം റിനോ ആന്റോ, മുഹമ്മദ് റാഫി, NP പ്രദീപ്, അനസ് എടത്തൊടിക തുടങ്ങി കാൽപന്ത് കളിയിലെ കേരളത്തിന്റെ അഭിമാന താരങ്ങളെല്ലാം ഭാവി തലമുറയിലെ ഫുട്ബോൾ താരങ്ങളെ തേടിയുള്ള യാത്രയിൽ പങ്കാളികളാകും. ടാലന്റ് ഉള്ള കുട്ടികളെ ഡയറക്റ്റായിട്ട്, അതായത് നമ്മൾ തന്നെ ചെലവിൽ അല്ലെങ്കിൽ അവരെ ചെലവിൽ കൊണ്ടുപോകുക എന്നുള്ളത്. നമ്മൾ ഇവരെ കുട്ടികളെടുത്ത് നിന്ന് പൈസ വാങ്ങിയിട്ടുള്ള പരിപാടികളില്ല. പ്രത്യേകിച്ച് ട്രൈബൽ മേഖലയിൽ നോർമൽ കുട്ടികളെടുത്ത് നിന്ന് നമ്മൾ ഫീസ് വാങ്ങുന്ന നമുക്ക് അക്കാദമികൾ വേറെ ഉണ്ട്. ഇതിനെ സംബന്ധിച്ചിടത്തോളം ഇത് കംപ്ലീറ്റ്ലി ഫ്രീ ഓഫ് കോസ്റ്റ് ട്രൈബൽ കുട്ടികൾക്ക്, അല്ലെങ്കിൽ അണ്ടർ പ്രിവിലേജഡ് ആയിട്ടുള്ള കുട്ടികൾ, ട്രൈബൽ മാത്രമല്ല വേറെയും കുട്ടികളെ നോക്കുന്നുണ്ട് നമ്മൾ. അണ്ടർ പ്രിവിലേജഡ് ആയിട്ടുള്ള കുട്ടികൾക്കുള്ളതാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. വിനീതും റിനോയും മുഴുവൻ സമയവും യാത്രയിലുണ്ടാകും. 4 മാസത്തെ സോക്കർ സഫാരി പൂർത്തിയാക്കുമ്പോൾ കുട്ടികൾക്കായി ഫുട്ബോൾ അക്കാദമികൾക്ക് തുടക്കമിടാൻ സാധിക്കും എന്ന വിശ്വാസത്തിലാണ് ഇരുവരും. ന്യൂസ് 18 കൊച്ചി. നാട്ടുവർത്തമാനം പൂർണ്ണമാവുകയാണ്. നമസ്കാരം. ഈ പരിപാടി നിങ്ങൾ പിണറായിയും കുടുംബവും